നാളത്തെ പ്രത്യേകത, ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് യോഗം നടക്കുന്നതിനിടയിൽ കിട്ടിയ വിവരമായതുകൊണ്ട്, നാളത്തെ പ്രത്യേകത ഈ സംഘത്തിനോടൊപ്പം ഇപ്പോൾ 2 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ, 4 SOGക്കാർ, 4 ആർമിക്കാർ, ഇത്രയാണ് ഹെലികോപ്റ്ററിൽ ഇന്ന് പോയവരുടെ ടീമിലുള്ളത്. നാളെ ഈ ടീം പോകുമ്പോൾ കടാവർ ഡോഗ്സിനെ കൂടി കൊണ്ടുപോകാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്ററിൽ കടാവർ ഡോഗ്സിനെ കൂടി നാളത്തെ തിരച്ചിൽ പങ്കാളിയാക്കും. അവരുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കും. പ്രയാസകരമായ ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരത്തിൽ ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരത്തെ പരിശോധന 2 കരകളിലായി ഈ സംഘം നിർവഹിച്ചു. നാളെ അത് തുടരും. നാളെ തീർക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർത്തില്ലെങ്കിൽ മറ്റന്നാളാണെങ്കിലും ആ പ്രദേശം പൂർണ്ണമായി ചാലിയാറിൻ്റെ 2 കരകളിൽ ഇനി നമ്മൾ കാണാതെ പോയി എന്ന് വിചാരിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളും നാളെ നമ്മളെടുക്കും. നാളെ ഒരു ലോക്കൽ ലെവൽ അസസ്മെൻറ്റ് നിലവിൽ ഈ പ്രവർത്തനം നടത്തിയ ഫോഴ്സും അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ചേർന്ന് നാട്ടിലെ ജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട്, ക്യാമ്പിലെ അംഗങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നാളെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസസ്മെൻറ്റ് കൂടി നാളെ രാവിലെ 7:30 മണി മുതൽ ആരംഭിക്കും. ഏതെങ്കിലും പ്രദേശം വിട്ടുപോയിട്ടുണ്ടോ, ക്യാമ്പിലുള്ളവർ പ്രാദേശിക ആളുകൾ അവർക്ക് കൂടി ഇത് ഇന്ന സ്ഥലങ്ങളിൽ കണ്ടില്ല എന്നവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലൈവായി അപ്പോൾ തന്നെ പറഞ്ഞാൽ അവിടെ കൂടി ഒന്നുകൂടി ശ്രദ്ധിക്കും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക പ്രോട്ടോക്കോൾ അനുസരിച്ച്, ഒരു പ്രത്യേക മെത്തേഡ് അനുസരിച്ച് കുറച്ചുകൂടി സമഗ്രമായിട്ടുള്ള ഒരു ആത്മപരിശോധനയാണ്. 6 സോണുകളിൽ തന്നെയായിരിക്കും ആ പരിശോധന നടത്താൻ വേണ്ടി പോകുന്നത്. നാളെ നമ്മുടെ കിണറുകളിലെ പരിശോധന കൂടി, ഇതിൻ്റെ ഭാഗമായി ചുറ്റുവട്ടത്തുള്ള കിണറുകളിലെ പരിശോധന കൂടി നാളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. ആ വിധത്തിൽ പഴുതടച്ചിട്ടുള്ള തെരച്ചിൽ സംവിധാനങ്ങൾ തന്നെ നാളെയും തുടരും എന്ന വിധത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് നല്ല ഇടപെടൽ ഇന്ന് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. നമുക്ക് ഈ ക്യാമ്പുകളിപ്പോൾ സ്കൂളുകളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളിലെ ക്യാമ്പുകളിൽ നിന്ന് താൽക്കാലികമായ ആളുകളെ വാടക വീടുകളിലേക്ക് മാറ്റേണ്ടതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ ശേഖരിച്ചു വരികയാണ്. ആ പ്രവർത്തനവും നാളെ സജീവമായി നടക്കും. അത്തരം വിധത്തിലാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.